നമസ്കാരം, ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച് 3 മാസം പിന്നിടുമ്പോഴും ഇസ്രായേലിന്റെ ക്രൂര നടപടികൾ ദിനംപ്രതി വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മനുഷ്യത്വരഹിതമായ നിരവധി പ്രവർത്തനങ്ങളാണ് ഇസ്രായേൽ ചെയ്തു കൂട്ടുന്നത്. വംശഹത്യയ്ക്ക് തുല്യമായ പ്രവൃത്തികളാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് ചുരുക്കം. ഇതിനെതിരെ ലോകരാജ്യങ്ങൾ വരെ എതിർപ്പ് അറിയിച്ചിട്ടും അതൊന്നും കൂട്ടാക്കാതെ ക്രൂര നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് ഇസ്രായേൽ സേനയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എന്നാൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിനിടയിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ സ്വന്തം സൈനികർ പോലും എതിർക്കുന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതാ മറ്റൊരു നടുക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിനിടെ സ്വന്തം പൗരന്മാരെയും സൈനികരെയും വധിക്കാൻ ഇസ്രായേൽ ഉത്തരവിട്ടെന്ന റിപ്പോർട്ടുകൾ. ഹമാസ് ഇസ്രായേൽ പൗരന്മാരെ പലസ്തീനിലേക്ക് കൊണ്ടുപോകുന്നതിനെ തടയാനായിരുന്നു വിവാദമായ ഹനിബാൽ പ്രോട്ടോകോൾ ഇസ്രായേൽ സൈന്യം നടപ്പിലാക്കിയത്. ഇസ്രായേൽ പത്രമായ യദിയോത്ത് അഹ്റോനോത്ത് നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. ജനുവരി 12-നാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പത്രം പ്രസിദ്ധീകരിച്ചത്. ന്യൂസ് പേപ്പറിന്റെ ഹീബ്രു എഡിഷനിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഒക്ടോബർ 7 ഇസ്രായേൽ പ്രതിരോധ സേന അതിന്റെ യൂണിറ്റുകൾക്ക് ഹനിബാൽ പ്രോട്ടോകോൾ നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയെന്നാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാതെ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഹമാസിന്റെ പോരാളികൾ ഇസ്രായേൽ പൗരന്മാരെ പലസ്തീനിൽ എത്തിക്കുന്നത് ഏതു വിധേനയും തടയുകയായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം. ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്, ഹനിബാൽ പ്രോട്ടോകോൾ പ്രകാരം സൈനികർ ശത്രുവിന്റെ കൈകളിൽ അകപ്പെടാതിരിക്കുന്നതിന് സൈന്യത്തിന് ശക്തമായ തീരുമാനങ്ങൾ എടുക്കാമെന്ന് വ്യക്തമാക്കുന്നു. സൈനികനെ വധിക്കുന്നത് പോലും ഈ പ്രോട്ടോകോളിന്റെ ഭാഗമാണ്. ശത്രുവിന്റെ പിടിയിൽപ്പെടുന്നതിനേക്കാളും നല്ലത് സൈനികർ കൊല്ലപ്പെടുന്നതാണെന്നും പ്രോട്ടോകോൾ പറയുന്നുണ്ട്. അതേസമയം ഇസ്രായേൽ പത്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം എത്ര ബന്ദികളെ ഇത്തരത്തിൽ സൈന്യം വധിച്ചുവെന്നത് വ്യക്തമല്ല. ബന്ദികളുമായി ഗാസയിലേക്ക് പോവുകയായിരുന്ന നിരവധി വാഹനങ്ങൾ ഇസ്രായേൽ ഹെലികോപ്റ്ററുകളും മിസൈലുകളും ടാങ്കറുകളും ഉപയോഗിച്ച് തകർത്തുവെന്നും റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ നവംബറിൽ ഇസ്രായേൽ സേനയിലെ പൈലറ്റ് ഹമാസ് ആക്രമണത്തിനിടെ ഹനിബൽ പ്രോട്ടോകോൾ നടപ്പാക്കിയെന്ന് വെളിപ്പെടുത്തിയിരുന്നു. സൈനികന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്ന മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങളിൽ വരുന്നത്. നോക്കുക, എത്ര ക്രൂരമായ നടപടികളാണ് ഇസ്രായേൽ സൈന്യം സ്വന്തം സൈനികരോട് ചെയ്യുന്നതെന്ന്. ഈ 3 മാസം ഹമാസിന്റെ പേരും പറഞ്ഞ് പലസ്തീനിലെ സാധാരണക്കാരായ ജനതയെ കൊന്നൊടുക്കുമ്പോൾ യുദ്ധം ആരംഭിച്ച് ഇന്ന് വരെ ഹമാസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നത് ഇസ്രായേലിന്റെ വലിയ പരാജയം തന്നെയാണ്. പലസ്തീനുമേൽ യുദ്ധം എന്തിനാണ് നടത്തുന്നതെന്ന് പോലും ഇസ്രായേൽ സൈനികർക്കിടയിൽ ഉത്തരം ലഭിക്കാത്ത ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഈ യുദ്ധം ആരംഭിച്ചത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ തങ്ങൾക്കൊന്നും നേടാനില്ല എന്നത് സൈനികർക്ക് വ്യക്തമായി അറിയാം. സമ്മർദ്ദത്തിനു വഴങ്ങി മാത്രമാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് സൈനികരിൽ പലരും പ്രധാനമന്ത്രിക്കെതിരെ തിരിഞ്ഞതും. ഹമാസിന്റെ കൈകളിൽ അകപ്പെടുന്നതിനേക്കാൾ സ്വന്തം സൈനികരെ കൊലപ്പെടുത്തുന്നതാണ് നല്ലതെന്ന് തീരുമാനിച്ചത് ഒരുതരം ഭീരുത്വം തന്നെയാണ്. ഇതിലൂടെ തന്നെ ഒരു കാര്യം വ്യക്തം: യുദ്ധത്തിൽ തങ്ങൾക്ക് ജയമില്ല, മറിച്ച് തോൽവിയാണ് സംഭവിക്കുന്നത് എന്ന് അറിഞ്ഞിട്ടും അത് സമ്മതിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള നീചപ്രവൃത്തിയുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്.